ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിൻ്റെ നമുക്ക് ഒരു 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. ഇന്നു മുതൽ നമ്മൾ ആ ഷോ തുടങ്ങുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. ഗീതേച്ചി എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം ഉണ്ടല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് പോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ ഒരു കവിത ചൊല്ലി ഞാൻ ഗീതേച്ചി നിങ്ങൾ വെൽക്കം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അശ്വമേധം എന്ന കവിതയിലെ സർഗസംഗീതത്തിലെ അശ്വമേധം, ആ കവിത ചൊല്ലി ഗീതേച്ചിന്റെ വേദിയിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരൊരാളിൻ കുതിരയെ കിട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനിൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. ഒരു എഴുത്തുകാരിയായി തന്റെ സ്വത്വം വെളിപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗീതേച്ചിനെ സ്വാഗതം ചെയ്യാൻ നല്ലൊരു കയ്യടിയോടുകൂടി. ഇനി ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുവളുടെ സ്വത്വം വെളിപ്പെടുത്താനായി കൂടെ കൂടുന്നതെല്ലാം കുറച്ച് പുരുഷ കേസരികളാണെന്നുള്ളതാണ്. അത് ഒരു പ്രത്യേകതയാണെന്ന്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രകാശന കർമ്മത്തിലെ അതിഥികളെ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. എത്രയും പ്രിയപ്പെട്ട മോഹൻ കാവാലം സർ, വെൽക്കം ടു ദി സ്റ്റേജ്. നല്ലൊരു കയ്യടിയോടുകൂടി. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള അജിത് വള്ളോളി, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള KPK വേങ്ങര, അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഷീർ തിക്കൊടി, അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെളിയോടൻ, വളരെ സ്നേഹപൂർവ്വം വെളിയോടൻ മാഷിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇന്ന് ഒരു ഫാമിലി ആയിട്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഏറ്റവും സന്തോഷമുള്ള കുറച്ച് സമയമാണ് ഇനി നമ്മൾ ഒന്നിച്ച് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളെല്ലാവരും കുറെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് ഈ കാണുന്ന ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഗീതേച്ചിയോടുള്ള ഒരു സ്നേഹത്തിന്റെ അടയാളം തന്നെയാണെന്നുള്ളതിലൊരു സംശയമില്ല. ആൻഡ് വെരി ഹാപ്പി. നമ്മൾ ഇന്ന് എത്രയും വേഗം തന്നെ മനോഹരമായി ഇന്നത്തെ ഈ ഒരു പ്രസാദക ചടങ്ങിലേക്ക് നമുക്ക് കടക്കണം. ഫാമിലി ഉണ്ട്, മോഹനേട്ടൻ, മകൾ അശ്വതി, അവരെല്ലാവരും ഇവിടെ ഉണ്ട്. ഒരുപാട് പച്ചയുടുപ്പിട്ട സൗഹൃദങ്ങൾ അല്ലെ, എല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്രയും വേഗം നമ്മളുടെ ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഗീതേച്ചിയെ ഒരു 2 വാക്ക് സംസ്കരിക്കാനായിട്ട് നമുക്ക് ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടെ, എന്താ പറയാ, വളരെ സന്തോഷം കൊണ്ട് വാക്കുകൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കുറേ സമയം ഞാൻ വന്നിട്ട് ഉച്ചക്കേ വന്നിന്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കുറച്ച് പേരുടെ പ്രകാശനം ഉണ്ടായിരുന്നു, ഒഴിവാക്കാൻ പറ്റാത്ത. അപ്പോൾ തൊട്ട് ഉച്ച തൊട്ട് ഇവിടെ ഓടിച്ചാടി നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു നോവല് ചെറിയൊരു നോവലാണ്. ആദ്യം ഒരു 22 കഥകളായിട്ട് ഒരു മത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഇറക്കിയത്. പിന്നെ രണ്ടാമത് നിങ്ങളെല്ലാം അത് നെഞ്ചോട് ചേർത്ത് വെച്ച് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം കാണുന്ന ഈ ഒരു പുസ്തകം. അപ്പോൾ ഇതൊരു ചെറിയ സംഭവമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ എൻ്റെ മനസ്സിൽ പലയിടത്തും നമ്മൾ കാണുന്ന കുറച്ച് ഒറ്റപ്പെട്ട സ്ത്രീകളുണ്ട്. നമ്മളിപ്പോൾ കുറേ ഫ്രണ്ട്സ് വിദേശത്ത് അവിടെ ഇവിടെ കറങ്ങുന്ന അവസാനം നമ്മൾ ഒന്നുമല്ലാതാവുന്ന, ആരൊക്കെ നഷ്ടപ്പെടും, ഒന്നും നമ്മുടെ കയ്യിലല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം അങ്ങോട്ട്? അത് മറ്റാരുമല്ല, എനിക്ക് പ്രചോദനം എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് അത് മുന്നോട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ആ ഒരിതാണ്. പ്രത്യേകിച്ച് അമ്മയുടെ തറവാട്ട് മുറ്റത്തെത്തിയാൽ അമ്മ അത്ര വരെ പറയുന്ന കാലുവേദന കൈവേദന ഒന്നും കാണില്ല. അവിടെ വലതുകാല് വെച്ച് കഴിഞ്ഞാൽ അവിടെ 22 കോല് ആഴത്തിൽ
ഉള്ള കിണറിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ അമ്മ ഒരു പ്രത്യേക എന്താ പറയുക ഊർജം കൈവരിക്കുന്നത്. അപ്പം ഇനി നമ്മൾക്കെല്ലാം ഇത് വായിക്കുന്ന സ്ത്രീകൾക്കെല്ലാം ഒറ്റപ്പെടുന്ന സമയത്ത് ഈ ഒരു പുസ്തകത്തിൽ ഒരു 2 വരി അവർ ഓർക്കുമെങ്കിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. അപ്പം എല്ലാവരും മേടിക്കുക, വായിക്കുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന കടന്നു പോകുന്ന പല പല മുഹൂർത്തങ്ങളും ഈ ഒരു പുസ്തകത്തിൽ ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് ഈ പുസ്തകം പ്രകാശനം ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഏറ്റവും ബഹുമാനപൂർവ്വം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻ കാവാലം സാറിനെ ക്ഷണിക്കാം. ആൻഡ് ഈ നമ്മുടെ സുഭദ്രയെ ഏറ്റവും ഭദ്രമായിട്ടുള്ള കരങ്ങളിൽ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗീതേച്ചി. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അജിത് വള്ളോളിയാണ് ഇന്ന് നമ്മുടെ പുസ്തകം നമ്മുടെ സ്വത്വം എന്നുള്ള ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. വളരെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആൻഡ് ഈ ഒരു സമയത്ത് നമുക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം അല്ലെ. എന്തായാലും സ്വത്വം സുഭദ്ര നമ്മളിലേക്ക് അങ്ങ് എത്തുകയാണ്. ആൻഡ് എല്ലാവരും അതിന്റെ എല്ലാ സ്നേഹവും സപ്പോർട്ടും നല്ലൊരു കയ്യടിയോട് കൂടി തന്നെ നമ്മുടെ മോഹനേട്ട വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മത്ത് എന്നുള്ള എഴുത്തും പിന്നീട് സ്വത്വം എന്നുള്ള എഴുത്തും ഇനി വരുന്ന എഴുത്തുകളും എല്ലാത്തിനും പ്രചോദനം നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മോഹനേട്ടൻ നല്ല കയ്യടി. ഒരു കംപ്ലീറ്റ് ഫ്രെയിമായി അല്ലേ ഇപ്പോ? അങ്ങനെ നമ്മുടെ സ്വത്വം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ബ്ലെസ്സിങ്സും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാ അനുഗ്രഹവും സ്നേഹവും ഉണ്ടാവണം ഈ ഒരു പുസ്തകത്തിനും. മത്ത് ഏറ്റെടുത്തതുപോലെ തന്നെ സ്വത്വവും നിങ്ങളിലേക്ക് എത്തുകയാണ്. പ്രകാശനം ചെയ്യുന്നത് മോഹൻ കാവാലമാണ്, ഏറ്റുവാങ്ങുന്നത് അജിത് വള്ളോളി. ബഹുമാനപ്പെട്ട KPK വേങ്ങര സാറിനെ ക്ഷണിക്കുകയാണ്. ഈ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണം എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. കാരണം 3 ദശകങ്ങളായി ഇവിടെ പുസ്തകോത്സവം അതിൻ്റെ വാരാരിഷ്ടതകൾ മുതൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന മോഹൻകുമാറിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഗീത. അങ്ങനെ സഞ്ചരിച്ച് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ ഈ പുസ്തകോത്സവത്തിലൂടെ മത്തായി ലഹരിയായി പുസ്തകമെഴുതി ഇതിപ്പം ആ പുസ്തകം എഴുതിയതിന് ശേഷം സ്വത്വബോധത്തോടുകൂടി താൻ എന്താണ് തൻ്റെ ഇടം മനസ്സിലാക്കാനുള്ള ഒരു പുസ്തകമാണ് ഇവിടെ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തുളസി കതിരിന്റെ പരിശുദ്ധിയുമുള്ള ഒരു സ്ത്രീയാണ്. ആ പാരമ്പര്യ ആചാരങ്ങളിലൂടെ സഞ്ചരിച്ച് അവരുടെ ഏറ്റവും ഇഷ്ടദേവത എന്ന് പറയുന്നത് ചാമുണ്ടേശ്വരിയാണ്. ചണ്ഡികാ ചണ്ഡമുണ്ടഗ്നി ഭന്നാസുര വധോദ്യമ സർവദേവ ഭൗതിക എന്ന് പറയുന്നത് പോലെ ആ ചാമുണ്ടേശ്വരിയിലെ പരാശക്തിയുടെ ഒരു സാന്നിധ്യം അവരുടെ തറവാടിലുണ്ട്. അതിൻ്റെ പ്രഭാവപുരത്തിലാണ് തൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെന്ന് വിളിച്ചു പറയുകയാണ് ഈ നോവലിലൂടെ. തീർച്ചയായും ആ ഒരു സൗഭാഗ്യം അവർക്കുണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരി ആളുകളുണ്ട്. നിർത്തുന്നു. നന്ദി, നമസ്കാരം, വിജയാശംസകൾ. മോഹൻ കാവാലം സർ. അക്ഷര പ്രേമികളെ, ഈ ഷാർജ ദേശീയ പുസ്തകോത്സവത്തിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്ഷേത്രാങ്കണത്തിലോട്ട് കടന്നു വന്ന് അക്ഷരരൂപിണി കുടികൊള്ളുന്ന ഈ ശ്രീകോവിലിൻ്റെ മുന്നിൽ തൊഴുകയോടെ നിന്നപ്പോൾ എൻ്റെ ഹൃദയത്തിന് സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. കഴിഞ്ഞ വർഷം ഗീതാ മോഹൻകുമാറിൻ്റെ മത്ത് എന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തപ്പോൾ ഈ സദസ്സിലിരിക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. ഗീതാ മോഹൻകുമാറിനെ ചേർത്ത് പിടിക്കുന്ന ഒത്തിരി പ്രവാസി എഴുത്തുകാരികളെ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കി ഗീതാ മോഹൻകുമാർ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരി, ആ ഒരു എഴുത്തുകാരി വളരുകയാണ് എന്ന ഒരു നല്ല സത്യം. ഏതാണ്ട് സമൂഹ മാധ്യമങ്ങൾ തുടങ്ങിയ കാലം മുതൽ ചെറിയ ചെറിയ നുറുങ്ങ കഥകൾ ഗീത എനിക്ക് അയച്ചു തരുമ്പോൾ അതിന് 100 കോലോളം താഴ്ചയുള്ള ഒരു കിണറിന്റെ വ്യാപ്തി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഓരോ വാചകങ്ങൾ വായിക്കുമ്പോഴും ആ എഴുത്തുകാരിയുടെ മനസ്സെന്തും മാത്രം ഭാവനാപരമായിരിക്കുന്നു എന്നെനിക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം അത് സാക്ഷാത്കരിക്കപ്പെട്ടു. എനിക്ക് കുടുംബവുമായിട്ട് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെയുള്ള ബന്ധമാണ് ഉള്ളത്. ഇനി സ്വത്വം എന്ന കഥയെടുത്തു കഴിഞ്ഞാൽ
ഗീതാ മോഹൻകുമാർ അതിനകത്ത് ആദ്യം പ്രതിപാദിച്ചിരിക്കുന്നത് എൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥകളാണെന്നാണ്. പക്ഷെ എനിക്കത് മുഴുവനായിട്ടും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം പ്രവാസ ജീവിതത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളെ മനോഹരമായി വരച്ചു കാണിക്കുകയാണ് നമ്മളുടെ ഗീതാ മോഹൻകുമാർ. വളരെ മനോഹരമായ ഭാഷയിലൂടെ, ലളിതമായ ഭാഷയിലൂടെ, പ്രത്യേകിച്ചും പഴമയുടെ പ്രൗഢിയും നന്മയുടെ ഉണ്മയും സമത്വമെന്ന സൗന്ദര്യവും വിളിച്ചോതുന്ന പഴയ നമ്മുടെ തറവാട്ട് മുറ്റങ്ങള് കാവും കുളവും വെളിച്ചപ്പാടും ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി സുഭദ്ര. അത് കഴിഞ്ഞ് സുഭദ്ര സിംഗപ്പൂരിൽ വരുന്നു. നമുക്കറിയാം ഇവിടെയും ധാരാളം മലയാളി അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഒരു വലിയ നീണ്ട പ്രസംഗത്തിലോട്ട് പോകുന്നില്ല, 1 മിനിറ്റ് കൊണ്ട് നിർത്താം. മനോജ് എന്ന് പറയുന്ന, അവർ അബോഷമൊക്കെ കഴിച്ചിരിക്കുന്ന മനോജ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ അവിടെ വെച്ച് പരിചയപ്പെടുന്നു. സുഭദ്രേച്ചി, നിങ്ങളുടെ കയറങ്ങളും പിടിച്ച് എനിക്ക് തിരമാലകൾ ആസ്വദിച്ച് ആ കടൽ തീരത്ത് ഇവിടെ നടന്നാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. സുഭദ്രയുടെ മനസ്സൊന്ന് കുളിർന്നു. ഈ അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്ന പുരുഷന്മാരെ കുറ്റം പറയുന്നത് കൊണ്ട് കാര്യമില്ല. അതിൽ ഞങ്ങളുമൊക്കെ ഒരു ഭാഗവാക്കാണ്. ഇന്നത്തെ പ്രവാസ ജീവിതത്തിലെ മനോഹരമായി എഴുതുന്ന കഥാകൃത്തുക്കൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഫാഷൻ പരേഡ് നടത്തുന്ന ഒരു ദയനീയമായ കാഴ്ച കാണുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. സുഭദ്രയുടെ ജീവിതം കടന്ന് അവർ വീണ്ടും അവരുടെ തറവാട്ടിലോട്ട് വന്ന് ആ പഴയ വേലകളിയും കുത്തിയോട്ടവും അതൊക്കെ കണ്ട് ഇന്ന് മനോഹരമായിട്ടാണ് അതുകൊണ്ടൊന്ന് അവസാനിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗീതാ മോഹൻകുമാർ എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ധാരാളം നിങ്ങൾ എഴുതണം. എൻ്റെ എല്ലാ ഭാവുകളും നേരുന്നു. ഗീതയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. നാളെ ഞാൻ ഷാർജയിൽ ഇല്ലെങ്കിൽ തന്നെയും എൻ്റെ പ്രവാസ ജീവിതത്തിന്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിൽ ഈ പുസ്തകോത്സവത്തിൽ 3-ാമത്തെ തവണയാണ് എനിക്ക് തട്ടകത്തിൽ കയറിയെന്ന് നിങ്ങളെയൊക്കെ അഭിമുഖീകരിച്ച് സംസാരിക്കുവാൻ സാധിക്കുന്നത്. അതൊരു ഭാഗ്യമാണ്, അതൊരു നിമിത്തമാണ്. ഈ സൗഹൃദങ്ങൾ എനിക്ക് സമ്മാനിച്ച ഒരു അംഗീകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ പൊന്നു സഹോദരിക്ക്, എൻ്റെ പ്രിയ സഹോദരിക്ക് ഗീതാകുമാറിന് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.